നമസ്കാരം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് US മുങ്ങിക്കപ്പൽ ആക്രമണത്തിൽ തകർന്ന ഇറാനിയൻ യുദ്ധക്കപ്പലിലെ 80 ഇറാനിയൻ നാവികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. 80 നാവികർ കൊല്ലപ്പെട്ടതായി ശ്രീലങ്കൻ സർക്കാർ അറിയിച്ചു. ലങ്കൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇറാനിയൻ യുദ്ധക്കപ്പലിന് നേരെ US ആണവ അന്തർവാഹിനിയാണ് ആക്രമണം നടത്തിയത്. ഇന്ത്യയിലെ വിശാഖപട്ടണത്ത് നടന്ന മിലാൻ 2026 ബഹിരാഷ്ട്ര നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷം ഇറാനിലേക്ക് മടങ്ങിയായിരുന്ന മൗഡ് ക്ലാസ് യുദ്ധക്കപ്പൽ ഐറിസ് വിദേനയാണ് അന്തർവാഹിനി ആക്രമണത്തിൽ തകർന്നത്. കപ്പൽ ആക്രമിച്ചത് തങ്ങളാണെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് സ്ഥിരീകരിച്ചു. കപ്പൽ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും അമേരിക്ക സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ പുറത്തുവിട്ടു. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്താണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സൈനിക നടപടി സ്ഥിരീകരിച്ചത്. ടോർപിഡോ ഉപയോഗിച്ചാണ് ഇറാന്റെ കപ്പൽ തകർത്തത്. രാജ്യാന്തര സമുദ്രത്തിൽ വെച്ചാണ് കപ്പൽ തകർത്തതെന്നും US പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അന്താരാഷ്ട്ര ജലാശയങ്ങളിൽ സുരക്ഷിതമെന്ന് കരുതിയ ഇറാന്റെ യുദ്ധക്കപ്പലിനെ അമേരിക്കയുടെ അന്തർവാഹിനി ടോർപിഡോ മുക്കിക്കളയുകയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ശത്രുവിന്റെ കപ്പലിനെ ടോർപിഡോ മുക്കുന്നത് ഇതാദ്യ സംഭവമാണ്. നമ്മൾ വിജയിക്കാൻ പോരാടുകയാണെന്ന് പീറ്റർ ഹെഗ്സെത്ത് പറഞ്ഞു. നിശബ്ദ മരണമെന്നാണ് ഹെഗ്സെത്ത് ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ശേഷം ആദ്യമായാണ് US ടോർപിഡോ ആക്രമണത്തിലൂടെ ഒരു യുദ്ധക്കപ്പൽ തകർന്നത്. ഇറാനിയൻ നാവികസേനയിലെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളിൽ ഒന്നായിരുന്നു ഐറിസ് ദേന. ബുധനാഴ്ച ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് വെച്ചാണ് 180 പേരടങ്ങുന്ന ഒരു ഇറാനിയൻ നാവിക കപ്പലിന് നേരെ US ടോർപിഡോ അറ്റാക്ക് നടത്തിയത്. കപ്പൽ കടലിൽ മുങ്ങിയതായും 32 പേരെ രക്ഷപ്പെടുത്തിയതായും നേരത്തെ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ശ്രീലങ്കയുടെ സമുദ്ര അതിർത്തിക്ക് പുറത്ത് നിന്ന് പ്രാദേശിക സമയം പുലർച്ചെ 5:08 യുദ്ധക്കപ്പൽ ഐറിസ് ദേന ഒരു ദുരന്ത സിഗ്നൽ അയച്ചതായി ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്ത് ശ്രീലങ്കൻ പാർലമെന്റിനെ അറിയിച്ചു. അപകടത്തിൽപ്പെട്ട കപ്പലിലേക്ക് ഉടൻ തന്നെ നാവിക കപ്പലുകളും വ്യോമസേനയും അയച്ച് രക്ഷാപ്രവർത്തനം നടത്തിയതായി മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിൽ നിന്നും ഇറാനിലേക്കുള്ള മടക്കയാത്രയിലാണ് കപ്പൽ ആക്രമിക്കപ്പെടുന്നത്. ശ്രീലങ്കയുടെ തെക്കൻ മേഖലയായ ഗാലയിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെയുള്ള സഞ്ചാരപാതയിലാണ് സംഭവം. ഇത് ശ്രീലങ്കയുടെ സമുദ്ര അതിർത്തിക്ക് തൊട്ടടുത്താണ്. രക്ഷപ്പെടുത്തിയവരെ ഗാലയിലെ കരാപ്പിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. കപ്പലിലുണ്ടായിരുന്ന ബാക്കിയുള്ള സൈനികരടക്കമുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് ശ്രീലങ്കൻ നാവികസേന വക്താവ് ക്യാപ്റ്റൻ ബുദ്ധിക സമ്പത്ത് പറഞ്ഞു. കപ്പൽ കടലിൽ പൂർണ്ണമായും മുങ്ങിയെന്നും നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും നാവികസേനയുടെ വക്താവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ മരണസംഖ്യ US ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. 32 പേരെ ശ്രീലങ്കൻ അധികൃതർ രക്ഷപ്പെടുത്തിയതായിട്ടാണ് വിവരം. 148ഓളം പേരെ കാണാതായെന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവത്തിൽ വിശദാന്വേഷണം നടത്തുമെന്നും ഉചിതമായ നടപടി കൈക്കൊള്ളുമെന്നും ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. അതേസമയം ഇറാനിൽ സൈനിക നടപടി ആരംഭിച്ചത് മുതൽ ഇതുവരെ 5000-ലധികം ബോംബുകളും മിസൈലുകളും തങ്ങൾ വർഷിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. രാജ്യമുടനീളം ആക്രമണം തുടരുന്നതിനിടയിലാണ് ഇസ്രായേലിലെ കണക്കുകൾ പുറത്തുവിട്ടത്. ഇറാനിലുടനീളം തങ്ങളുടെ വ്യോമാധിപത്യം ഉറപ്പിക്കുന്നത് തുടരുകയാണെന്നും ടെഹ്റാൻ മേഖലയ്ക്കാണ് ഇപ്പോൾ പ്രത്യേക പരിഗണന നൽകുന്നതെന്നും ഇസ്രായേൽ സൈന്യം എക്സിൽ കുറിച്ചു. തലസ്ഥാനമായ ടെഹ്റാനിലെ ഇറാൻ ഭരണകൂടത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം ഇതോടൊപ്പം പുറത്തുവിട്ടിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഈ സംയുക്ത ആക്രമണത്തിൽ ഇതുവരെ 1045 പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി സ്കൂളുകൾക്കും ആശുപത്രികൾക്കും നേരെയും ആക്രമണം ഉണ്ടായതായിട്ടാണ് വിവരം.